ഇവിടെ 2018 ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണെന്നുള്ളത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ബി ട്രൂ ഫോർ ബോത്ത് മോണോപ്പൊളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ദ ഷോർട്ട് റൺ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. ആൻഡ് ദെൻ നമുക്കവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് നിങ്ങൾ എടുത്ത് നോക്കുക, ഓപ്ഷൻസ് എന്താണെന്നുള്ളത്. പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്, പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ വിത്ത് റെഫറൻസ് ടു മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നതാണ്. ആൻഡ് ദെൻ ആ തന്നിരിക്കുന്ന ക്വസ്റ്റിനിൽ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ്, ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കോറിലേഷനെ കുറിച്ചാണ്. വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ആവറേജ് കോസ്റ്റ് കോറിലേഷനെ കുറിച്ചാണെന്നുള്ളതാണ്. അപ്പൊ 2 പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ആവറേജ് കോസ്റ്റ് ഉണ്ട്, പ്രൈസ് മാർജിനൽ കോസ്റ്റ് ഉണ്ട്, പ്രൈസ് മാർജിനൽ റവന്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോണോപ്പൊളി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ലേ. ഈ മോണോപ്പൊളി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ആണെന്നുള്ളതാണ് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഫോംസ് എടുത്തു കഴിയുമ്പോഴത്തേനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ. ഒരു മോണോപ്പൊളി എടുത്തു കഴിഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ്. ആൻഡ് ദെൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ്. എന്നാൽ നേരെ തിരിച്ച് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫെയിം ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റിലാണ് ഡിമാൻഡ് കർവ് വരുന്നത്. ഇത് തന്നെയാണ് ഈ ക്വസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യപ്പെടേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും എന്താണ്, മാർക്കറ്റ് ഫോംസിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 2 മാർക്കറ്റ് ഫോം ആണ്, മോണോപ്പൊളി തന്നിട്ടുണ്ട്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മോണോപ്പൊളി ആണെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും ഡിമാൻഡ് കർവ് എന്തായിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും അല്ലെ. മോണോപ്പൊളി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്നാൽ അറ്റ് ദ സെയിം ടൈം മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ വളരെ എന്തായിരിക്കും, ഒരു ഫ്ലാറ്റ്നെസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ലെറ്റ് us see, here we go. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഷോർട്ട് റൺ റെഫറൻസ് ആയിട്ട് നിങ്ങളോട് മോണോപ്പൊളി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലെ. ആൻഡ് ദെൻ അതിനുശേഷം നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൈസ് മാർജിനൽ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും പ്രൈസ് മാർജിനൽ റവന്യൂ ആയിട്ട് കൺസേൺഡ് ആയിട്ടാണ്. ആൻഡ് ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് പ്രൈസ് മാർജിനൽ കോസ്റ്റ് കോറിലേഷൻ അവിടെ തന്നിരിക്കുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് പ്രൈസ് ആവറേജ് കോസ്റ്റ് കോറിലേഷൻ അവിടെ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് നമുക്കവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ എന്നുള്ളത്. യെസ്, അബ്സല്യൂട്ട്ലി വളരെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോപ്പൊളി ആണെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, പ്രൈസ് മേക്കിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ പ്രൈസ് മേക്കിംഗ് കപ്പാസിറ്റി ഉള്ളതുപോലെ തന്നെ അവിടെ എന്തിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കും, പ്രൈസ് എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതൊരു മോണോപ്പൊളിയുടെ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. രണ്ടും എടുത്ത് നോക്കുക, ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവാണ്, എന്നാൽ കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഡിമാൻഡ് കർവാണ്. വാട്ട് എവർ മേ ബി നമ്മുടെ പോയിന്റ് ഇതാണ്, മോണോപ്പൊളി ആണെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ അതിന് 2 മീനിങ് ആണുള്ളത്, നോട്ട് ചെയ്തോളൂ. എന്താണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് 2 മീനിങ് ആണുള്ളത്, ഒന്ന് പ്രൈസ് മേക്കിംഗ് കപ്പാസിറ്റി, 2 പ്രൈസ് എഫക്ട് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ലോ ഓഫ് ഡിമാൻഡിലൊക്കെ നമ്മൾ എന്താ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറയുമ്പോഴത്തേനും ആ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. നമ്മൾ 3-4 റീസൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇൻകം എഫക്ട് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ഉണ്ട്, പ്രൈസ് എഫക്ട് ഉണ്ട്, ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഉണ്ട്. അതിൽ ഈ പ്രൈസ് എഫക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റില് ആ പ്രൈസ് എഫക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഈ ക്വസ്റ്റിന്റെ മേജർ പോയിന്റ് ആയിട്ട് നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്തു നോക്കുക, ഒരു മോണോപ്പൊളി ആണെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, മാർജിനൽ റവന്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവുള്ള ഒരു മോണോപ്പൊളിയിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, പ്രൈസ് കുറച്ചേ പറ്റൂ എന്നതാണ്. പ്രൈസ് കുറച്ചിട്ടാണ് അവർ അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പ്രൈസ് അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ കോറിലേഷൻ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ എപ്പോഴും പ്രൈസ് എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന മാർജിനൽ റവന്യൂവിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവുള്ള ഏത് ഫേം എടുത്തു കഴിഞ്ഞാലും അവരുടെ MR/AR കോറിലേഷൻ എന്താണെന്നാണ് ഈ ക്വസ്റ്റിനിൽ പ്രധാനമായിട്ടും നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നേച്ചറുള്ള ഏത് ഡിമാൻഡ് കർവുള്ള മാർക്കറ്റ് ഫോംസ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോപ്പൊളി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, സ്റ്റീപ്പർ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കുറച്ചുകൂടെ ഫ്ലാറ്റർ ആണ്. ആൻഡ് ദെൻ കിങ് ഡിമാൻഡ് കർവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒളിഗോപ്പൊളിയുടെ
അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ബട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, കിങ്ഡ് ഉണ്ടായിരിക്കും എന്ന രീതിയിലേക്ക് മാത്രമേ നമുക്കൊരു ഡിഫറൻസ് നമുക്കവിടെ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഏത് മാർക്കറ്റ് ഫോം എടുത്തു കഴിഞ്ഞാലും ആ മാർക്കറ്റ് ഫോമിൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മീനിങ് ആണുള്ളത്. ഒന്ന്, അവിടെ പ്രൈസ് മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. രണ്ട്, അവിടെ പ്രൈസ് എഫക്റ്റ് ഉണ്ട്. പ്രൈസ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ലോ ഓഫ് ഡിമാൻഡിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിന്റെ ഷേപ്പിന്റെ വൺ ഓഫ് ദ റീസൺസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് കുറച്ചേ പറ്റൂ. അപ്പോൾ ഒരു മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അവർ അഡീഷണൽ യൂണിറ്റ് അവർ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈസ് കുറച്ചിട്ടാണ്. പ്രൈസ് കുറച്ചിട്ട് അവർ അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, മാർജിനൽ റവന്യൂവിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നതാണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ എ എന്ന് പറയുന്ന റൈറ്റ് ആൻസർ ആവുന്ന കോമ്പിനേഷൻ മാത്രം നമ്മളോട് എന്ത് ചെയ്യാനല്ലേ ചെയ്യുന്നത്, ഡീൽ ചെയ്യാനല്ലേ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റാണെന്ന് നമുക്കവിടെ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മൊണോപ്പൊളിയുടെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെയും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു മാർക്കറ്റ് ഫോംസുമായിട്ട് കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് അവിടെ എടുത്ത് നോക്കി, അടുത്ത അവിടെ പറഞ്ഞിരിക്കുന്നു ദ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നു. സി, പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്, എ ആറും എം ആറും കോയിൻസൈഡ് ചെയ്യുന്നു. എ ആറും എം ആറും കോയിൻസൈഡ് ചെയ്യുന്ന ഒരേ ഒരു മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് ഏതാണ്, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൊണോപ്പൊളി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മൊണോപ്പൊളി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിൽ എന്താണ്, എ ആർ കർവിന് താഴെ മാത്രമേ എന്ത് വരുള്ളൂ, എം ആർ കർവ് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കാണുന്ന എ ആർ കർവും എം ആർ കർവും അവിടെ എന്ത് ചെയ്യില്ല, കോയിൻസൈഡ് ചെയ്യില്ല. അപ്പൊ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചർ ആണ്, അല്ലാതെ ഏതിന്റെ അല്ല, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ഫോംസ് ആയ മൊണോപ്പൊളിയുടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്തല്ല, ഫീച്ചർ അല്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ് അവിടെ എടുത്ത് നോക്കുക. അടുത്ത പോയിന്റ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ. ഇറ്റ്സ് കോൾഡ് ദി അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്താണ്, ദ പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി എന്ന് വെച്ചാൽ എന്താണ്, അലോക്കേറ്റീവ് എഫിഷ്യൻസി ആണെന്നുള്ളതാണ്. അതായത് ഒരു വെൽഫെയർ ഏറ്റവും മാക്സിമം ഉണ്ടായിരിക്കുന്ന കൺസ്യൂമർ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റ്സിനോട് ഏറ്റവും എന്തായിരിക്കും, ബെസ്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു എഫിഷ്യൻസിയാണ്, മാർക്കറ്റ് എഫിഷ്യൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഔട്ട്പുട്ട് നമ്മൾ ലോങ് റണ്ണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അലോക്കേറ്റീവ് എഫിഷ്യൻസി അവിടെയുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി അവിടെയുണ്ട്. അപ്പൊ അലോക്കേറ്റീവ് എഫിഷ്യൻസിയുടെ വൺ ഓഫ് ദി കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി എന്ന് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് നോട്ട് ചെയ്യുക, എന്താണ് പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി എന്ന് വെച്ചാൽ എന്താണ്, അലോക്കേറ്റീവ് എഫിഷ്യൻസി ആണ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി ഏത് മാർക്കറ്റിൽ വരുന്നതാണ്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നതാണ്. അതായത് മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും പ്രൈസ് എം സി കോറിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആയിരിക്കും. എന്താണ്, പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആയിരിക്കും. പക്ഷെ പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി എന്ന് പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമാണ്, അല്ലാതെ മൊണോപ്പൊളിയിലോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനോ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണോപ്പൊളിയുടെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെയും മേജർ ഫീച്ചർ ആയിട്ട് വരുന്നത് നീതർ അലോക്കേറ്റീവ് എഫിഷ്യൻസി നോർ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആണ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി വരുന്ന ഏത് മാർക്കറ്റ് ഫോംസിൽ മാത്രമാണ്, പെർഫെക്റ്റ് മാർക്കറ്റ് ഫോംസിൽ മാത്രമാണെന്നുള്ളതാണ്. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നു അടുത്ത പോയിന്റ്, ദ പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. സി, പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസും ആവറേജ് കോസ്റ്റും തുല്യമാണെങ്കിൽ ഔട്ട്പുട്ട് ബ്രേക്ക് ഈവൻ ആണ്, നോർമൽ പ്രോഫിറ്റ് ആണെന്നാണ് മീനിങ് അല്ലെ. പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നോർമൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രൈസും ആവറേജ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണോ, നോർമൽ പ്രോഫിറ്റ് ആണോ, അതോ എക്കണോമിക് ലോസ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ദ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ദ പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ അത് നോർമൽ പ്രോഫിറ്റ് ആണ്. പ്രൈസ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ അത് എന്താണ്, അത് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, സോ അതായത് പ്രൈസ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ ലോസ് ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്ന കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവറേജ് കോസ്റ്റിനോട് തുല്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് ബ്രേക്ക് ഈവൻ ആണ് മീനിങ്. അപ്പൊ ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് മാർക്കറ്റാണ് ബേസിക്കലി. അതായത് ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, നമുക്ക് അവിടെ ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ എന്ത് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും മൊണോപ്പൊളിക്ക് വരാനായിട്ട് സാധിക്കില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊണോപ്പൊളിക്കും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒരേപോലെ വരുന്ന ഫീച്ചർ ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. മൊണോപ്പൊളിയുടെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് വരുന്ന AR-MR റിലേഷൻ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനും പ്രൈസ് മേക്കിംഗ് കപ്പാസിറ്റികൾ രണ്ട് ഫെയിം ആണ്, മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും. അതുകൊണ്ട് തന്നെ AR കർവിന് താഴെ മാത്രമേ MR കർവ് വരുള്ളൂ. പ്രൈസ് കുറച്ചിട്ടാണ് അഡീഷൻ യൂണിറ്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, അവിടെ പ്രൈസ് എഫക്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് എഫക്ട് ഉള്ളിടത്തോളം കാലം ഒരു മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും AR കർവിന് താഴെ മാത്രമേ എന്ത് വരുള്ളൂ, MR കർവ് വരുള്ളൂ. വിച്ച് മീൻസ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ MR ആയിരിക്കും. പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവറേജ് റവന്യൂ തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റ് ആയിട്ട് അവിടെ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ. പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ AR ഈസ് ഈക്വൽ ടു MR
ആർ എന്നുള്ളതാണ്. AR is equal to MR എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ മാത്രമാണ്. അതായത് AR കർവും MR കർവും കോയിൻസൈഡ് ചെയ്യും. ആബ്സെൻസ് ഓഫ് പ്രൈസ് എഫക്ട് എന്ന് പറയും. അതായത് പെർഫെക്റ്റ് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യാണ്ട് പ്രൈസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓരോ യൂണിറ്റിലും സെയിം പ്രൈസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മോണോപോളിസ്റ്റിക് കോമ്പിനേഷൻ ആണെങ്കിൽ അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യാണ്ട് അവർ പ്രൈസ് കുറയ്ക്കണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് AR is greater than MR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് is greater than MR നമ്മളോട് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു MR, അതല്ലെങ്കിൽ AR is equal to MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എഫക്ട് ഇല്ല. അപ്പൊ പ്രൈസ് എഫക്ട് ഇല്ലാത്ത മാർക്കറ്റ് ഫോം ഏതാണ്? പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതിനെ കുറിച്ചാണ്? പെർഫെക്റ്റ് കോമ്പിനേഷനെ കുറിച്ചാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പ്രധാനമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞു അലോക്കേറ്റീവ് എഫിഷ്യൻസി ആണ്. അതായത് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി ഉള്ള ഔട്ട്പുട്ട് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ് അലോക്കേറ്റീവ് എഫിഷ്യൻസിയും പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും. അതിൽ അലോക്കേറ്റീവ് എഫിഷ്യൻസിയുടെ കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു MC എന്ന് പറഞ്ഞിരിക്കുന്നത്. അലോക്കേറ്റീവ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന മാർക്കറ്റ് ഫോം ഏതാണ്? പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്, അല്ലാതെ മോണോപോളിസ്റ്റിക് കോമ്പിനേഷൻ. അതുകൊണ്ട് ഓപ്ഷൻ സിയും നമ്മളെ സംബന്ധിച്ച് ആൻസർ ആകില്ല. ആൻഡ് ദെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ആവറേജ് റവന്യൂ, അതല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് തുല്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഔട്ട്പുട്ട് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആയിരിക്കും. ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും അത് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. എന്നാൽ ലോങ് റണ്ണിൽ മോണോപോളിസ്റ്റിക് കോമ്പിനേഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസിൽ ഒരേപോലെ മോണോപോളിക്കും മോണോപോളിസ്റ്റിക് കോമ്പിനേഷനും കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഫീച്ചർ നമുക്ക് മോണോപോളിസ്റ്റിക് കോമ്പിനേഷനിൽ ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ലോങ് റണ്ണിൽ വരാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിലും മോണോപോളിക്ക് ഒരിക്കലും വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ നമുക്ക് കോമൺ ഫീച്ചർ അവിടെ വരില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ബോത്ത് മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൻസർ ഏതാണ്? ദ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ AR is greater than MR എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോർത്ത് പോയിന്റ്, ഈ ഫോർത്ത് പോയിന്റിൽ നിങ്ങൾ വളരെ ഒതന്റിക് ആയിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതെന്താണ്? പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ വരാം, എന്നാൽ എവിടെ വരില്ല? മോണോപോളിയിൽ വരില്ല. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ നമ്മളോട് പരിഗണിക്കാത്തത്. എന്നാൽ MR ഈസ് ഈക്വൽ ടു, അതായത് MR ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് MR ഈസ് ലെസ് ദാൻ AR എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ MR എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റ് ഒരേപോലെ ഷോർട്ട് റണ്ണിൽ മോണോപോളിയിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഞാൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഓരോന്ന് നോട്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സ്പ്രഷൻസ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. ഇപ്പൊ എടുത്ത് കണ്ടോ, നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മൊണോപ്പൊളിയുടെ ലോങ് റൺ ഇക്വിലിബ്രിയത്തിന്റെ ഗ്രാഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് നോക്കുക, ഡിമാൻഡ് കറന്റ് ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെയും എടുത്ത് നോക്കുക, ഡിമാൻഡ് കറന്റ് ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഈ രണ്ട് ഫേമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്? ARന് താഴെയാണ് MR വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് മൊണോപോളിയുടെ ഗ്രാഫാണ്, ഇത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഗ്രാഫാണ്. രണ്ടിടത്തും ARന് താഴെയാണ് MR വന്നിരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിൻ റവന്യൂ. അത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നു. എന്താണ്? ഒരു മൊണോപോളിയിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ARന് താഴെ MR വരുന്ന പ്രസൻസ് ഓഫ് പ്രൈസ് എഫക്ട് ഉള്ളതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അഡീഷണൽ യൂണിറ്റ് സെയിൽ എന്നുണ്ടെങ്കിൽ അവർ പ്രൈസ് കുറച്ചേ പറ്റൂ എന്നതാണ്. പ്രൈസ് കുറച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ യൂണിറ്റ് വരുന്നതാണ്. അപ്പൊ കണ്ടോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത മെത്തേഡ് നിങ്ങൾ എടുത്ത് നോക്കുക. ചുമ്മാ ഇതിന്റെ ആൻസർ 1 എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏത് സ്റ്റുഡന്റിനും പറ്റും. ഓക്കെ, അവിടെ പഠിച്ചത് അങ്ങനെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ അവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അടുത്ത ക്വസ്റ്റൻസ് വരുമ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല. ഇതേ ക്വസ്റ്റൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ റെയർ ആണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള അറിവാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത് എന്നാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷനും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, ഇത് മൊണോപോളിയുടെയും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഫീച്ചറാണ് നമ്മൾ മനസ്സിലാക്കുന്നു, കോമൺ ആയിട്ടുള്ളത്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചറാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫീച്ചറാണെന്ന് മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്താ നമ്മളവിടെ പഠിക്കുന്നു. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് ഇവിടെ എന്താണ് ബ്രേക്ക് ഇൻ ഔട്ട്പുട്ട് നമ്മൾ പഠിക്കുന്നു. ബ്രേക്ക് ഇൻ ഔട്ട്പുട്ടിന്റെ കണ്ടീഷൻ പ്രൈസ് ഈസ് ഈക്വൽ ടു AC എന്ന്. അങ്ങനെ 4 ഓപ്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്താലാണ് നമുക്ക് ഒതന്റിക് ആയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് ഇത് എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്കാണ് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു കാര്യം നമ്മൾ പഠിച്ച് ഡിസ്കസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് നോക്കി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഡിമാൻഡ് കറന്റ് ഷേപ്പ് പഠിച്ചു. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഡിമാൻഡ് കർവ് ആയിരിക്കും. മൊണോപ്പൊളി ആണെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണെങ്കിൽ AR കർവും MR കർവും തമ്മിലുള്ള കോറിലേഷൻ എന്താണ്? MR എന്ന് പറയുന്നത് എപ്പോഴും ARന് താഴെ മാത്രമേ വരുള്ളൂ. MRന് സ്ലോപ്നെസ് എന്ന് പറയുന്നത് ARന്റെ സ്ലോപ്നെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇരട്ടി ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഒരു മാർക്കറ്റിന്റെ പ്രോഫിറ്റ് മാർജിൻ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും MCMR ഈക്വാലിറ്റി. MC കർവ് MR കർവിനെ താഴെ നിന്ന് ഇന്റർസെക്ട് ചെയ്യണം. അതാണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്താണ്? MCMR ഈക്വാലിറ്റി ആണ്. ആൻഡ് ദെൻ
അതേപോലെ തന്നെ എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വൺ ഓഫ് ദി മേജർ ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അലോക്കേറ്റീവ് എഫിഷ്യൻസി കണ്ടീഷൻ എന്താണ്? പ്രൈസ് ഈസിക്കൽ ടു എം സി ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താ ബ്രേക്ക് ഇൻ ഔട്ട്പുട്ട്? ഒരു ഗിവൺ മാർക്കറ്റിലെ പ്രൈസ് നമ്മൾ എടുത്തിരുന്നതിനും ആ പ്രൈസ് അവിടുത്തെ ആവറേജ് കോസ്റ്റിനോട് തുല്യമാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇസിക്കൽ ടു ആവറേജ് കോസ്റ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് ആണ് അവിടെ ഉള്ളത്. നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് നോക്കി എത്ര കോൺസെപ്റ്റ് നമ്മളിവിടെ പഠിച്ചേക്കുന്നത്. ഈ കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈ പറയുന്ന പോയിന്റുകളിലാണ്. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 4-5 കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഈ 5 പോയിന്റ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. വീണ്ടും അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്കവിടെ വരുന്നതാണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയോ പ്രാവശ്യം ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ഇനി റിപ്പീറ്റ് ചെയ്യും, ARMR റിലേഷൻ ഇനി റിപ്പീറ്റ് ചെയ്യും, പ്രോഫിറ്റ് മാക്സിമം കണ്ടീഷൻ ഇനി റിപ്പീറ്റ് ചെയ്യും, അലോക്കേറ്റീവ് എഫിഷ്യൻസി ഇനി റിപ്പീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ കണ്ടീഷൻ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതേപോലെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല, ഒരിക്കലും ആ ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ കാണാൻ സാധിക്കും. ഇതേ ഇവിടെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസിലും വരാനുള്ള എന്തുണ്ട് പോസിബിലിറ്റീസ് അതോടെ ഉണ്ട് എന്നുള്ളതാണ്. സി ഇപ്പൊ ഞാൻ അവിടെ ചെയ്തത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ആ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, എന്തുകൊണ്ട് എ ആൻസർ ആയി എന്നുള്ളത് മാത്രമല്ല ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. ബി എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് ഏത് മാർക്കറ്റിന്റെ ഫേസറാണ്. സി എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് ഏത് മാർക്കറ്റിന്റെ ഫേസറാണ്. ആൻഡ് ദെൻ ഡി എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് എവിടെയൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ദെൻ അത്രയും നമ്മൾ നോക്കിയതിന് ശേഷം അവിടുന്ന് ആ ക്വസ്റ്റിനിൽ വന്നിരിക്കുന്ന കോൺസെപ്റ്റുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി വെക്കുന്നു. കാരണം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റിവിഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്.